ഹലോ നമസ്കാരം, ഞാൻ ഇപ്പോൾ ഡൽഹിയിലാണുള്ളത്. നമുക്കൊരു ക്രിസ്റ്റയ്ക്ക് ഓർഡർ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കൊല്ലത്തുള്ള ഒരു ക്ലയൻറ്റ്. അപ്പോൾ നമ്മൾ വണ്ടി നോക്കാൻ വേണ്ടി ഇവിടെ ഒരു ഓണറിൻ്റെ ഫ്ലാറ്റിൽ വന്നിരിക്കുകയാണ്. ഇതാണ് അവർ താമസിക്കുന്ന സ്ഥലം. ഇതാണ് വണ്ടി. 2018 ഇസഡ് ടൂറിംഗ് സ്പോട്ട്, ഇസഡ് ഓട്ടോമാറ്റിക് ടൂറിംഗ് സ്പോട്ടാണ് വണ്ടി വരുന്നത്. ഏകദേശം 85,000 കിലോമീറ്ററാണ് വണ്ടി റൺ ചെയ്തേക്കുന്നത്. 0 റീപ്ലേസ്മെൻ്റ് ആണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് വണ്ടി ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് ഒരു പാർക്കിംഗ് ഏരിയ. ഇതാണ് വണ്ടിയുടെ ഓവറോൾ ലുക്ക്. മേജറായിട്ടുള്ള സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ ഒരു ചെറിയൊരു സ്ക്രാച്ച് ചെറിയ രീതിയിലുണ്ട് ആ ബമ്പറിൻ്റെ അകത്ത്. പിന്നെ കിലോമീറ്റർ റൺ ചെയ്തേക്കുന്നത് 84,000 കിലോമീറ്റർ, 85,000 അല്ല 84,000 കിലോമീറ്ററാണ് റൺ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയറിലോട്ട് വന്നു കഴിഞ്ഞാൽ ബ്ലാക്ക് തീമാണ് വരുന്നത്. സ്പെഷ്യൽ എഡിഷൻ ടൂറിസ്റ്റ് സ്പോട്ടിന് ബ്ലാക്ക് ഇൻറ്റീരിയലാണ് വരുന്നത്. പിന്നെ അതിന് ഈ ഒരു ക്ലാഡിങ്ങും വരുന്നുണ്ട് വണ്ടിക്ക്. ഈ ഒരു ക്ലാഡിങ്ങും വരുന്നുണ്ട്. വേറെ മേജറായിട്ടുള്ള സ്ക്രാച്ചുകൾ നമ്മൾ വേറെ ഒന്നും കാണുന്നില്ല. ഈ സൈഡിലും കുഴപ്പമൊന്നുമില്ല. സാധാരണ ഡൽഹി വണ്ടികളിൽ ഓവറായിട്ട് സ്ക്രാച്ചുകളും കാര്യങ്ങളും കാണുന്നതാണ്. ഈ ഭാഗത്ത് സ്ക്രാച്ചുകൾ കാര്യങ്ങളൊന്നുമില്ല. ബാക്കിലത്തെ ഡിക്കിയിലും സ്ക്രാച്ചുകളൊന്നുമില്ല. ടോപ്പ് സൈഡ് വലിയ പ്രശ്നമില്ല. ഇനി നമുക്ക് പെയിൻറ്റ് തിക്നെസ് ഗേജ് വെച്ചൊന്ന് ചെക്ക് ചെയ്യണം, റീപെയിൻറ്റ് വല്ലതും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഗ്ലാസ് ഒറിജിനലാണ്. ഗ്ലാസ്സൊക്കെ ഒറിജിനലാണ്. നമ്മൾ പെയിൻറ്റ് ചെക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അതൊന്ന് ചെക്ക് ചെയ്ത് പോകണം. ഇന്റീരിയർ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ ലെതർ സീറ്റ് കാര്യങ്ങളൊന്നും കംപ്ലൈൻറ്റ് ആണ്. ഈ ഒരു ഭാഗത്ത് ഇത് സാധാരണ ടയോട്ടയുടെ വണ്ടികളിൽ ഫോർച്യൂണറായാലും ക്രിസ്റ്റയ്ക്ക് ആയാലും സംഭവിക്കുന്ന ഈ ഒരു ഭാഗത്ത് ക്രാക്ക് വരുന്നത് സാധാരണ സംഭവിക്കുന്നതാണ്. ഈ ഭാഗത്തൊന്നും കംപ്ലൈൻ്റ് ഒന്നുമില്ല. ബാക്കിലത്തെ റോയിലായാലും വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും സീറ്റിനകത്തൊന്നും പ്രശ്നം വന്നിട്ടില്ല. ഡാഷ്ബോർഡിലോട്ട് ഇവിടെ ക്രാക്കോ, ചില ക്രിസ്റ്റയ്ക്ക് ഇവിടെ ഒരു ക്രാക്ക് വരുന്നതാണ്. അതൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഈ ഭാഗം ഡാഷ്ബോർഡെല്ലാം പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ചെറിയ പൊടിയും കാര്യങ്ങളും നമുക്ക് നാട്ടിൽ കൊണ്ടുപോയിട്ടൊന്ന് ഇൻറ്റീരിയർ ക്ലീനിങ് ചെയ്യണം. അതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. വേറെ ഇൻറ്റീരിയറിൽ വേറെ ക്രാക്കോ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഈ ഒരു സാധനവും ബ്ലാക്ക് തീമിലാണ് വരുന്നത്. ഈ വുഡൻ ഫിനിഷ്. ഇതിപ്പം റീപെയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല. ലിപ്പിൻ്റെ ഭാഗത്തോട്ടൊന്ന് നോക്കിയിട്ട് ഇവിടെയും റീപെയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല. 85-90 റേഞ്ചിനകത്താണ് കാണിക്കുന്നത് കൂടുതൽ. ഈ ബോണറ്റ് ഒറിജിനൽ പെയിൻ്റ് ആണ്. ഇനി ഒറിജിനൽ ബോണറ്റ് ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അത് ഓപ്പൺ ചെയ്ത് നോക്കണം. ഫെൻഡറും റീപെയിൻ്റ് ഒന്നും ചെയ്തിട്ടില്ല. 95, 98 അവിടെ ഒറിജിനൽ പെയിൻ്റ് ആണ് നടക്കുന്നത്. ഡോറിൻ്റെ താഴ്വശവും പുട്ടി വർക്കൊന്നും ചെയ്തിട്ടില്ല. ഒറിജിനൽ പെയിൻ്റ് ആണ് ഇതും കിടക്കുന്നത്. ഡോറ് തുറന്നു നോക്കണം, ചാവിയില്ല. നമുക്ക് പിന്നെ ഒന്ന് തുറന്നു നോക്കണം ഒറിജിനൽ ഡോറാണോ എന്നുള്ളത്. പേസ്റ്റിങ്ങും കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നമുക്ക് തുറന്നു നോക്കണം. 93 ഓണർ അകത്തോട്ട് കയറിപ്പോയി. താക്കോലും കൊണ്ടാണ് പോയേക്കുന്നത്. 86, 97, 93 ഇതെല്ലാം ഒറിജിനൽ പെയിൻറ്റ്. ഈ സൈഡും ബോണറ്റും ഈ സൈഡുകളെല്ലാം ഒറിജിനൽ പെയിൻ്റാണ് നടക്കുന്നത്. ഇനി ഒറിജിനൽ പാനലാണോ എന്നുള്ളത് നമുക്ക് തുറന്നു നോക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ചാവിയില്ല. ചാവിയും കൊണ്ട് ആളകത്തോട്ട് ഇല്ല. പക്ഷെ ചിന്നിങ് പോലെ, അത് പ്രശ്നമൊന്നുമില്ല. അകത്ത് വെള്ളം ഇറങ്ങുന്ന ടൈപ്പ് ഒന്നും ക്രാക്കൊന്നും അല്ല. ചെറിയ രീതിയിൽ ചിന്നിങ് ഉണ്ട്. ഡിക്കിയിലും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. അവിടെ ഒരു ഗ്ലാസ്സിൽ, ലൈറ്റിൻ്റെ ഗ്ലാസ്സിൽ ചെറിയൊരു ചിന്നിങ് കാണിച്ചിട്ടുണ്ട്. അതേ മാത്രമേ ഉള്ളൂ പ്രശ്നം. അപ്പോൾ ഇത് ഒറിജിനൽ പെയിൻ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വർക്കൊന്നും എടുത്തിട്ടില്ല, ടച്ചപ്പ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഡോറിൻ്റെ അകത്ത് വരുമ്പോഴും ഒറിജിനൽ പെയിൻ്റ് ആണ്. കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ ഒന്നും ടച്ചപ്പോ ഒന്നും വരത്തില്ല. അവിടെ പുട്ടി വർക്കൊന്നും ചെയ്തിട്ടില്ല. ഈ പേസ്റ്റിംഗ് ഒറിജിനലാണ്. കമ്പനി പേസ്റ്റിംഗ് തന്നെ നടക്കുന്നത്. അപ്പം ഡോറും റീപ്ലേസ് ഇല്ല. അകത്തും പ്രശ്നമില്ല. ഡോറ് റീപ്ലേസ് ഇല്ലെങ്കിൽ എല്ലാത്തിലും പറയുന്ന പോലെ അകം പ്രശ്നം കാണില്ല. അകത്തൊന്നും പ്രശ്നമില്ല. ഒക്കെ ഒറിജിനൽ പെയിൻ്റാണ്. ഡ്രൈവർ സൈഡ് ഡോറും ഒറിജിനൽ പെയിൻ്റാണ്. റീപെയിൻ്റ് ഒന്നും ചെയ്തിട്ടില്ല. പേസ്റ്റിങ് ഒറിജിനലാണ്. പേസ്റ്റിങ്ങിൽ വർക്കൊന്നും എടുത്തിട്ടില്ല. ചെറിയ രീതിയിൽ പോലും ടച്ചപ്പോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഫെൻഡറും കൂടെ ഒന്ന് നോക്കണം. ഫെൻഡർ ഓക്കെയാണ്. ഒറിജിനൽ പെയിൻ്റാണ് നടക്കുന്നത് കേട്ടോ. ഫെൻഡർ ഒറിജിനൽ പെയിൻ്റാണ് നടക്കുന്നത്. പില്ലറിലും ഒറിജിനൽ പെയിൻ്റാണ് നടക്കുന്നത്. ടോപ്പും ഓക്കെ. ടോപ്പ് ഒറിജിനൽ പെയിൻ്റാണ് നടക്കുന്നത്. ടച്ചപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ഒറിജിനൽ പെയിൻ്റാണ് നടക്കുന്നത്.
ഹെഡ്ലൈറ്റിൽ നമുക്ക് ഈ ഹെഡ്ലൈറ്റിൽ ക്രാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ അപ്പുറത്തെ ഹെഡ്ലൈറ്റിൽ ചെറിയ രീതിയിൽ ഉൾസൈഡിൽ പൊടി കിടപ്പുണ്ട്. അതിന് എവിടെ ക്രാക്ക് എന്നുള്ളത് ബോണറ്റ് തുറന്ന് നോക്കണം. ചെറിയ രീതിയിൽ ഉള്ളിൽ പൊടി കിടപ്പുണ്ട്. ഫ്രണ്ട് സൈഡിൽ ക്രാക്കൊന്നുമില്ല ഗ്ലാസ്സിന്. കിടക്കുന്ന ഒറിജിനൽ ഗ്ലാസ്സുകളാണ് കിടക്കുന്നത്. 18 ഗ്ലാസ്സുകളാണ് ഫ്രണ്ടായാലും ബാക്ക് ആയാലും 4 സൈഡിലും കിടക്കുന്നത് 18 ഗ്ലാസ് തന്നെയാണ്. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ബോഡി പാനലുകളൊന്നും റീപ്ലേസ് ഇല്ല. അതുപോലെ തന്നെ ഗ്ലാസ്സുകൾ റീപ്ലേസ് ഇല്ല. ഗ്ലാസിൻ്റെ അകത്ത് ചെറിയൊരു ചിന്നിങ് ഉണ്ട്. ഇതിവിടെ സാധാരണ സംഭവിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇതുകൊണ്ടാണ് ഈ ഗ്ലാസ് റീപ്ലേസ് ചെയ്യുന്നത്. ഇവിടെ കൂടുതൽ ചെറിയ രീതിയിലൊരു ചിന്നിങ്, കല്ലടിച്ചൊരു ചിന്നിങ് ഉണ്ട്. ഇത് ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്യുന്ന സമയത്ത് ഗ്ലാസ് റീപ്ലേസ് ഫ്രീ ഓഫ് കോസ്റ്റിൽ ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ട്, അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ വണ്ടികൾക്കും ഗ്ലാസ് റീപ്ലേസ് വരുന്നത്. വേറെ നമുക്ക് എടുക്കുന്ന ആൾക്ക് വലിയ പണികളും കാര്യങ്ങളും ഒന്നുമില്ല. ബാക്കിലത്തെ ഒരു ബമ്പർ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്, അത് ടച്ചപ്പ് ചെയ്താൽ മാത്രം മതി. പിന്നെ ഇവിടെ അലോയ്ക്കകത്ത് ഇവിടെ കല്ല് ഉരഞ്ഞ് അല്ലെങ്കിൽ ഡിവൈഡറിൽ കയറി ആ രീതിയിലുള്ളൊരു ഉരഞ്ഞ പാടുണ്ട്. ബാക്കി 3 അലോയ്ക്കും പ്രശ്നമില്ല. അവിടെ മാത്രം ഒരു പെയിൻറ്റ് കുറച്ച് പോയിട്ടുണ്ട് അലോയിൽ. ടോട്ടലി നല്ല ക്വാളിറ്റിയിലുള്ളൊരു, പുറമേ കൊണ്ട് നല്ല ക്വാളിറ്റിയിലുള്ളൊരു വണ്ടിയാണ്. ഇനി നമുക്കൊന്ന് ഓടിച്ച് നോക്കണം വണ്ടി എങ്ങനെ ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. വണ്ടി ഓടിച്ച് നോക്കണം, എഞ്ചിൻ കണ്ടീഷൻ, അതുപോലെ തന്നെ ബോണറ്റ് നമുക്ക് തുറന്ന് നോക്കണം. അതിന് അതിൻ്റെ പെർമിഷൻ ആൾ വന്നാലേ നടക്കത്തുള്ളൂ. ഓണർ താഴോട്ട് ഇറങ്ങി വരണം. പുള്ളിക്കാരൻ റൂമിലോട്ട് പോയി. അപ്പോൾ നമ്മൾ ഈ വണ്ടി ആദ്യം ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 7-8 ദിവസം കഴിഞ്ഞു. കാരണം അന്ന് ആ പുള്ളിക്കാരന് ഇതുപോലെ അർജൻറ്റായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആൾ വന്ന് വണ്ടി എടുത്തുകൊണ്ട് അവരുടെ ഓഫീസ് കാര്യങ്ങൾ എന്തോ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അങ്ങനെ പോയി. പിന്നെ നമുക്ക് വണ്ടി കിട്ടില്ല. ഇപ്പോൾ ഒരു 7-8 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ വണ്ടി വീണ്ടും ഇൻസ്പെക്ട് ചെയ്യാൻ ടൈം കിട്ടിയത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ വണ്ടി ഓടിച്ചു നോക്കിയപ്പോൾ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നോർമൽ കണ്ടീഷൻ എങ്ങനെയാണോ അതേപോലെ തന്നെ, വേറെ ലാഗുകളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെയില്ല. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി ഒരിടത്തുകൊണ്ട് പാർക്ക് ചെയ്തിട്ടേക്കാണ്. ഇപ്പോൾ യാതൊരു വിധമായ റീപ്ലേസോ അല്ലെങ്കിൽ ഗ്ലാസ്സുകളോ ബോഡി പാനലോ ഒന്നും റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഈ വണ്ടിക്കകത്ത്. പിന്നെ ഈ പറയുന്ന പോലെ കുറച്ച് പൊടിയും കാര്യങ്ങളായിട്ട് കിടപ്പുണ്ട്. അവിടെ ഇവിടെയൊക്കെ കുറച്ച് സ്ക്രാച്ചുകളുണ്ട്. നമ്മൾ അന്ന് കണ്ടതിൽ കൂടാതെ ഇവിടെ ഒരു സ്ക്രാച്ച് വന്നിട്ടുണ്ട് വണ്ടി. അന്ന് ഇത് ക്ലിയർ ആയിരുന്നു, പക്ഷേ ഇന്നിപ്പോൾ ആ ഒരു ഭാഗത്ത് സ്ക്രാച്ച് വന്നിട്ടുണ്ട്. വേറെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള 1-2 സ്ക്രാച്ചുകളും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എഞ്ചിൻ റൂം നമുക്കൊന്ന് തുറന്ന് നോക്കണം. ഇപ്പോൾ എഞ്ചിൻ റൂമിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തൊന്നും നേരത്തെ ഈ പാനലിലൊന്നും റീപ്ലേസ് ഇല്ല. പിന്നെ അന്നേരം ഈ ഭാഗത്ത് ഇത് റീപ്ലേസ് ഇല്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഭാഗത്തും ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും വരില്ല. ആപ്രോൺ സൈഡ് ഓക്കെയാണ്. അത് നമ്മൾ ചെക്ക് ചെയ്തു. ഈ ഭാഗത്ത് വർക്കോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ക്രോസ് ബാർ ഒറിജിനലാണ്. ഇൻ്റർകൂളർ ഒറിജിനലാണ് വന്നേക്കുന്നത്. വേറെ ഈ ഭാഗത്ത് നമ്മുടെ ചേസ് ക്രോസ് ഒന്നും വർക്കൊന്നും എടുത്തിട്ടില്ല. ഈ ഭാഗം കുഴപ്പമൊന്നുമില്ല. കുറേ പൊടിയ അഴുക്കുമായിട്ട് കിടപ്പുണ്ട്. ഇത് സർവീസ് ചെയ്ത് എടുക്കേണ്ടി വരും നമ്മൾ ഡീല് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ. വേറെ എൻജിൻ സൈഡൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വേറെ ഓയിൽ ലീക്ക് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ഈ ഭാഗത്തുനിന്ന്. ഇനി അടിയിലൊന്നും കയറി നോക്കണം. ആ ഭാഗത്തുനിന്ന് ഓയിൽ ലീക്കൊന്നും കാണുന്നില്ല. ചെയ്തോ ഇപ്പം പുകയുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എൻജിൻ ഓയിൽ റിട്ടേൺ വരികയോ ഡീകംപ്രഷനോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല. നോർമൽ കണ്ടീഷൻ തന്നെയാണ്. അപ്പോൾ ബോണറ്റ് ഒറിജിനലാണ്, അതിൻ്റെ പേസ്റ്റിങ്ങും ഒറിജിനലാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ അവിടെ വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടൊന്നുമില്ല. കുറച്ച് അഴുക്കായി കിടപ്പുണ്ട്, അതേ ഉള്ളൂ. അപ്പോൾ ഈ വണ്ടിയുടെ ഓവറോൾ ലുക്ക് ഇതാണ്. ഇത് ടൂറിംഗ് സ്പോട്ട് 2018 ടൂറിംഗ് സ്പോട്ടാണ് വണ്ടി വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു റെഡ് കളർ വരുന്നുണ്ട്. പിന്നെ ഇൻറ്റീരിയർ ബ്ലാക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഒരു ഫീച്ചേഴ്സും കൂടി ഇത് ആഡ് ആവുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ ബ്ലാക്ക് ക്ലാഡിങ്ങും കൂടെ കമ്പനി ഫിറ്റിംഗ് ആയിട്ട് വരുന്നുണ്ട്. ടയർ ഭാഗമൊക്കെ ആവറേജ് ടയർ ഭാഗമാണ്. ഒരു ആവറേജ് എബോ ടയർ ഭാഗമാണ് വരുന്നത്. ബട്ടൺസും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെക്ക് ചെയ്തതാണ്. അതൊന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. ഈ ബട്ടൺസുകൾ, പവർ വിൻഡോ സ്വിച്ചുകൾ, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ്, അതുപോലെ തന്നെ സ്റ്റീരിയോ, ഇതെല്ലാം നമ്മൾ ബ്ലൂടൂത്ത് കാര്യങ്ങളെല്ലാം വർക്ക് ആവുന്നുണ്ടോ, AC കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ്. ഇതൊന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തത്തില്ല എന്നുള്ളതേ ഉള്ളൂ. ബാക്കി ഓവറോൾ എല്ലാം ചെക്ക് ചെയ്തു.
അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഷോർട്ട് വീഡിയോസായിട്ട് വേറെ വീഡിയോസായിട്ട് എടുത്തിട്ടുണ്ട്. ക്ലയൻറ്റ് നമുക്ക് ഓർഡർ കൺഫേം ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ വേറൊരു രീതിയിലാണ് വീഡിയോ എടുക്കുന്നത്. അത് A to Z കാര്യങ്ങൾ ഷോർട്ട് വീഡിയോസായിട്ട് നമ്മൾ വാട്സാപ്പിൽ കൂടെ ഹൈ ക്വാളിറ്റി തന്നെ സെൻഡ് ചെയ്ത് കൊടുക്കുക. അവർ നേരിട്ട് വന്ന് കാണുന്ന എങ്ങനെയാണോ ആ രീതിയിലായിരിക്കും നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അത്രയും പെർഫെക്റ്റ് ആയിട്ട് അത്രയും സൂം ചെയ്ത് ഏതൊക്കെ സ്ക്രാച്ചുകളുണ്ട്, എന്തൊക്കെയാണ് മൈന്യൂട്ടായിട്ടുള്ള നിങ്ങൾക്ക് റീപെയിൻറ്റ് ചെയ്യേണ്ടി വരുന്നത്, അതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. അപ്പം ഇതിപ്പോൾ എല്ലാം കസ്റ്റമർക്ക് നമ്മൾ ഓൾറെഡി അയച്ചു കൊടുത്തിട്ടുണ്ട്. കസ്റ്റമർ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കി പ്രൈസിൻ്റെ കാര്യങ്ങൾ സംസാരിക്കും. അപ്പോൾ പ്രൈസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് ആൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി പർച്ചേസ് ചെയ്ത് നാട്ടിലോട്ട് കയറ്റി വിടുന്നതായിരിക്കും. ഇപ്പം ക്ലയൻറ്റ് വണ്ടി ഓക്കെയാണ്, വിലയുടെ കാര്യങ്ങൾ സംസാരിച്ചു, വിലയും ഓക്കെയാണ്, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു, ഓണർക്ക് വണ്ടി ഡെലിവറി എടുത്ത് നാട്ടിലോട്ട് കയറ്റി വിടുന്നു. ഇപ്പോൾ നമ്മൾ കയറ്റി വിട്ട വണ്ടി ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട്. ഇത് അങ്കമാലി പോയി അതിൻ്റെ ഓണർ ഇപ്പോൾ വാങ്ങിച്ച ആൾ തന്നെയാണ് ഇത് കളക്ട് ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ ഗ്യാരേജിൽ കൊണ്ടുവന്നേക്കാണ്. അപ്പോൾ കുറച്ചിട്ട് സ്ക്രാച്ചുകളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ടച്ചപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഫുള്ള് പോളിഷ് ചെയ്ത് ഗ്രാഫൈൻ കോട്ടിങ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വണ്ടി ഇപ്പോൾ നമുക്കിവിടെ കൊണ്ടുവന്നേക്കുന്നത്. ഇതും ചെയ്ത് നമ്മുടെ തന്നെ ഗ്യാരേജിലാണ്. ബ്രോമാക്സ് ആണ് സ്ഥാപനത്തിൻ്റെ പേര്. കൊട്ടാരക്കരയാണ് സ്ഥാപനമുള്ളത്. ഇത് ഈ പറയുന്ന ഗ്രാഫൈൻ കോട്ടിങ്ങും മറ്റും ചെയ്യുന്നത് നമ്മുടെ തൊട്ടപ്പുറത്തൊരു ഗ്രാഫൈൻ കോട്ടിങ് ചെയ്യുന്ന സ്റ്റുഡിയോ ആക്സറി ഷോപ്പ് ഉണ്ട്. അവിടെയാണ് നമ്മൾ ഗ്രാഫൈൻ കോട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ വർക്ക് എല്ലാം ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോസ് ആയിട്ട് പിന്നീട് ഒരു വീഡിയോയും കൂടെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് നേരിട്ട് ഡൽഹി പ്രൈസിൽ വാഹനങ്ങൾ എടുക്കണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടൊയോട്ട വണ്ടികളും പ്രീമിയം വണ്ടികളും മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. മറ്റുള്ള ടാറ്റ, മഹേന്ദ്ര, അതുപോലെ തന്നെ മാരുതി അതുപോലുള്ള കമ്പനികളുടെ ഒന്നും വണ്ടികൾ എടുത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ വാഹനത്തിൻ്റെ വിലയും അതുപോലെ തന്നെ ഈ റേഞ്ചിൽപ്പെട്ട വാഹനത്തിൻ്റെ വിലയും അറിയാനായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അതിലൊരു വാട്സാപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വിലയും കാര്യങ്ങളും ഞങ്ങൾ പറയുന്നതായിരിക്കും. ഈ വാഹനത്തിൻ്റെ വില നമുക്ക് പറയാൻ പറ്റാത്തത്, ഇത് ഡയറക്റ്റ് ഓണർ ടു ഓണർ അവർ എടുത്ത വണ്ടിയാണ്. അപ്പം അവർ നമുക്ക് പെർമിഷൻ തന്നിട്ടില്ല ഇത് പബ്ലിക്കായിട്ട് വീഡിയോയിൽ പറയാൻ. അതുകൊണ്ടാണ് വില പറയാത്തത്.